കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ളവർ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങൾ സമ്പത്താകട്ടെ, ആ അനുഗ്രഹങ്ങൾ ആരോഗ്യമാകട്ടെ, ആ അനുഗ്രഹങ്ങൾ അധികാരമാകട്ടെ, ആ അനുഗ്രഹങ്ങൾ പിടിപാടുകളാകട്ടെ, ആ അനുഗ്രഹങ്ങൾ സൗന്ദര്യമാകട്ടെ, ആ അനുഗ്രഹങ്ങൾ മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ അനുഗ്രഹങ്ങൾക്ക് പടച്ച തമ്പുരാനോട് ശുക്ർ ചെയ്ത് ജീവിക്കുകയാണ് എങ്കിൽ ലഅസീദന്നകും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അതിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ ഏറ്റി തന്നുകൊണ്ടേയിരിക്കും. വലൈൻ കഫർതും, എന്നാൽ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ സമ്പത്ത് കൊണ്ട് നീ അഹങ്കരിക്കുകയാണെങ്കിൽ, നിന്റെ ആരോഗ്യം കൊണ്ട് നീ അഹങ്കരിക്കുകയാണെങ്കിൽ, നിന്റെ അധികാരം കൊണ്ട് നീ അഹങ്കരിക്കുകയാണെങ്കിൽ, നിന്റെ സൗന്ദര്യം കൊണ്ട് നീ അഹങ്കരിക്കുകയാണ് എങ്കിൽ ഇന്ന അദാബീ ലശദീദ്, ഈ അനുഗ്രഹങ്ങളൊന്നും എന്നും നിലനിൽക്കണമെന്നില്ല. ഇന്ന് നീ സമ്പത്തിന്റെ പേരിൽ നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്നറിയുമോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ടുന്ന ഒരു ദാരുണമായിരിക്കുന്ന ഒരവസ്ഥ നിനക്കുണ്ടായിരിക്കാം. ഹിശാം ബിൻ മാലിക് തന്റെ മക്കൾക്ക് കോടിക്കണക്കിന് വരുന്ന ദീനാറുകളാണ്